കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു. എസ്റ്റേറ്റ് ജോലിക്കാരായിരുന്ന ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. സ്ഥലത്ത് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഗാലക്സി ചിട്ടികൾ. കടബാധ്യത മൂലം ബാങ്കുകൾക്ക് അധിക പലിശ കൊടുത്ത് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇനി അതിനാവശ്യമില്ല. പുതിയ ഭവനം, കുട്ടികളുടെ പഠനം തുടങ്ങിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണോ? എന്തിനും കുമളി KSFE ശാഖ നിങ്ങളോടൊപ്പം. ഇത്രയും വേഗം KSFEയുടെ കുമളി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്ന ഈ ചിട്ടികളിൽ പങ്കാളികളാകൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. KSFE ദുബായ് കോംപ്ലക്സ്, കുളത്തുപാലം ജംഗ്ഷൻ, കുമളി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. വാളാടി എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപം താമസക്കാരായ എസ്റ്റേറ്റ് തൊഴിലാളികളായിരുന്ന ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ശശിക്ക് സുഖമില്ലാതിരുന്നതിനാൽ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ലയത്തിന്റെ ഒരു ഭാഗം മഴയത്ത് ഇടിഞ്ഞു വീണത്. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. ഈ 30 വർഷം ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് കൈ രണ്ടും നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ എനിക്ക് പകരമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. 30-32 വർഷത്തോളം ജോലി ചെയ്തിട്ട് നാളിതുവരെ എൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ ലയം 10-70 വർഷങ്ങൾക്ക് മുമ്പ് പണിതേക്കുന്നതാണ്. വെറും മണ്ണിട്ട് കെട്ടിയതാണ്. പല പ്രാവശ്യം ഞാൻ കമ്പനിയോട് പറഞ്ഞു, ലയം ഇടിഞ്ഞു പോവും, ഞങ്ങൾക്ക് വേറൊരു സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ലേബർ ഓഫീസിൽ പരാതി ചെയ്തു, വില്ലേജ് ഓഫീസിൽ പരാതി ചെയ്തു, തഹസിൽദാർക്ക് പരാതി കൊടുത്തിരുന്നു, കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് ആശുപത്രിയിലായിരുന്നു ഞാൻ. ആ സമയമാണ് ഈ ലയം ഇടിഞ്ഞു വീണെൻ്റെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ലയത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായെങ്കിലും തങ്ങളുടെ ലയത്തിൽ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ നശിച്ചതായും ഇവർ പറഞ്ഞു. ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ 6ഓളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ട് ഉള്ളത്. ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതുമാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ വിഭാഗം സംഭവത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലയത്തിൽ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് HML എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൽ ഖാദർ അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.